ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അയില മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായി നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട്. അതിനെ മുറിച്ചിട്ട് വെക്കണം. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക് നമുക്ക് ഇഷ്ടംപോലെ മുറിച്ചിട്ട് വെക്കാം. ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാൻ വെക്കണം. ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ കറിയെല്ലാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമെല്ലാം ഉണ്ടാവും. അത് പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് രാവിലെ വെച്ചെങ്കിൽ ഉച്ചക്കെല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. അതവിടെ നല്ല വറ്റിയിട്ട് വരും. ഞാനിത് ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയതാണ്. നോമ്പിന് മുമ്പേ ആക്കിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയ പാട് കഴിക്കുന്നതാണ്. ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം. അപ്പോൾ നല്ല കുറുകിയിട്ട് വരും. മീനിൽ നല്ല ഉപ്പും പുളിയെല്ലാം പിടിക്കും. സവാള നല്ലപോലെ വഴറ്റിയിട്ടെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒരിക്കലും ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. സവാള നല്ല വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ മണം ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ എല്ലാം കൂടെ നല്ലപോലെ വഴറ്റണം. തക്കാളിയെല്ലാം വെന്തൊടിഞ്ഞിട്ട് വരണം. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമെല്ലാം ഉണ്ടാവും കറിക്ക്. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാനിവിടെ 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടെടുക്കുക. അതല്ല അവരവർ ഇഷ്ടമാണ്. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. വലിയ തക്കാളി ആയതുകൊണ്ട് നല്ലോണം പുളിയിൽ ആവശ്യത്തിൻ്റെ പുളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ മിക്സിനെ നമുക്ക് നന്നായി തണുക്കാൻ വെക്കുക. അതിനുശേഷം അരച്ചിട്ടെടുക്കുക മിക്സിയിൽ, ചെറിയ ജാറിൽ. അത് നമുക്ക് ആദ്യം വയറ്റി ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിളക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മീൻ കഷ്ണമെല്ലാം ഇട്ടെടുത്തിട്ട് വേവിച്ചെടുക്കാം. ഫ്രഷ് അയില കിട്ടിയതാണ്. നല്ലപോലെ മീനെല്ലാം വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കയിൽ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ നല്ല മണം ഉണ്ടാവും. അതിനുശേഷം കുറച്ച് നേരം മൂടിയിട്ട് അവിടെ വെക്കാം. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കുന്നതാണ്. ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ നല്ല വറ്റിയിട്ട് വരും. ദോശൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല
ടേസ്റ്റി ആയിട്ടുള്ള അയില മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള അയില മുളക് ഇട്ടത്. താങ്ക് യു. ഇത് നോമ്പിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഓക്കെ ബൈ.